ഹായ് ഓൾ, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ, നമുക്കിവിടെ സുഖാട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് മോർണിംഗ് തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. വേറൊന്നുമല്ല, ജൂൺ 1-ാം തീയതി ആട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്നത് ജൂൺ 2-ാം തീയതി ആയിരിക്കും. കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വിടുമ്പോൾ 2-ാം തീയതി ആവും കേട്ടോ. അപ്പോൾ ഇന്ന് റിതുമോന് ഫസ്റ്റായിട്ട് സ്കൂളിലോട്ടുള്ള പോക്കും വരവും അങ്ങനെ ആ ഒരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ വ്ലോഗിൽ. അപ്പോൾ ഇതാ ഇസ്മോ രാവിലെ എണീറ്റ് വന്നിട്ട് കോഴിക്കോടൊക്കെ തുറന്നു വിടുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ദിവസം വീട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ഡേ ആണ് കേട്ടോ, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ മുറ്റത്ത് നല്ല ചമ്മലൊക്കെ പരന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തൂത്ത് കത്തിക്കാന്ന് കരുതി കേട്ടോ. നമുക്ക് കുറേ മുറ്റമൊന്നുമില്ല, പക്ഷേ 2 ദിവസം വിരുന്ന് പോയതുകൊണ്ട് കുറച്ചധികം ചെമ്മലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ അതാ അകത്തോട്ട് കയറുക കേട്ടോ. ഇനി ജോലികളൊക്കെ ഒന്ന് ഫാസ്റ്റാക്കി ചെയ്യണം, ഇന്ന് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് കേട്ടോ. ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാനൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ ബോട്ടി ഫ്രൈ ആട്ടോ. ബോട്ടി ഫ്രൈ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലോട്ടൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ വലിയ ജീരകം, ചെറിയുള്ളി, ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചെടുത്തിലോട്ട് കുക്കറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേവിച്ചെടുത്തിട്ട് ഇനി ഇതിലോട്ട് മസാല തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതാ കുറച്ചധികം വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10-15 ചെറിയുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാനിലോട്ട് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാള വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ബോട്ടി ഫ്രൈ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് കുക്കറിൽ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഉള്ളിയും വാട്ടണയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചതവും ഒരു തക്കാളിയുടെ പകുതിയും ഒരു പച്ചമുളകും ചേർത്തിട്ട് വാട്ടിയെടുക്കുക. പിന്നെ ഇതാ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ചും കൂടി ഈ ഒരു മസാലയിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ ബോട്ടി ഫ്രൈ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ബോട്ടി വേവിച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക കേട്ടോ. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂകി കൊടുക്കുക. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് വരുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും അടിച്ചേക്ക് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയറും ചെയ്യും. അങ്ങനെ മോർണിംഗ് തന്നെ നമ്മൾ ചിരങ്ങ താളിച്ചതും ബോട്ടി ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ റിച്ച് സ്കൂൾ പോകാനായി. അപ്പോൾ ഓന് സ്കൂൾ പോകാൻ ബസ്സിന് പൈസ കൊടുക്കുക കേട്ടോ, റിതുമോൻ ചെയ്യണ. അപ്പോൾ ഫസ്റ്റ് റിച്ചുവാണ് കേട്ടോ പോണത്. ഓന് ഒരു 7 ആ ടൈമിൽ പോവും. അത് കഴിഞ്ഞ ഉടനെ തന്നെ സച്ചും പോവും കേട്ടോ. അങ്ങനെ അവരൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞിട്ടാണ് ഞാനും റിതുമോനും ഇസുമോനും കൂടി പോണത് കേട്ടോ. അപ്പോഴത്തേന് എൻ്റെ ജോലികളെല്ലാം ഫാസ്റ്റായിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ കുറച്ച് പരന്ന് കിടക്കണ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതാത് സ്ഥലത്തേക്ക് വെച്ചു. പിന്നെ ക്ലീനിങ്ങൊക്കെ അങ്ങോട്ട് സെറ്റാക്കിട്ടോ. ജോലികളെല്ലാം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ ഞാൻ കിച്ചണിൽ ഒരുവിധം ജോലികളൊക്കെ കഴിച്ചു കേട്ടോ. കാരണം വന്നിട്ട് പിന്നെ ഉച്ച ടൈമാവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ പിന്നെ കുഴങ്ങാട് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാക്കാരം. അപ്പോൾ ഞാൻ കിച്ചണിലുള്ള ക്ലീനിങ്ങും ഫുഡും ഒക്കെ റെഡിയാക്കിയിട്ടാട്ടോ സ്കൂളിലോട്ട് പോണത്. പിന്നെ ഇതാ നമ്മൾ അന്ന് വാങ്ങിയ ഭരണിയിൽ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെയുള്ള ഭരണികളൊക്കെ വാങ്ങണത്. അപ്പോൾ ഇതാ എൻ്റെ കയ്യിലിപ്പോൾ അത് 4-ാമത്തേതാണ് കേട്ടോ. കുറേയൊന്നുമില്ല. അതിൽ ഒന്നിൽ പുളിയുണ്ട്, ഒന്നിൽ ഉപ്പുണ്ട്, ഒന്നിൽ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
കിച്ചണിലെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഫുഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ഇന്ന് പുട്ടും ഗ്രീൻ പീസ് കറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുട്ടും ഗ്രീൻ പീസ് കറിയും പിന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കിയ ബോട്ടി ഫ്രൈ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് വെക്കാമെന്ന് കരുതിയിട്ട് ബോട്ടി ഫ്രൈയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇതുമോന് സ്കൂളിലോട്ട് ബാഗും എല്ലാം സെറ്റാക്കി വെക്കുകയാണ്, പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഋതുമോൻ ഇവിടെ ഒരുങ്ങി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒത്തിരി സന്തോഷം കേട്ടോ ഇത് കാണുമ്പോൾ. കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തൊരു സമയമായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കുട്ടിക്ക് 4 വയസ്സ് കറക്റ്റായിരുന്നു. പക്ഷേ എൻ്റെ അസുഖവും ട്രീറ്റ്മെൻറ്റും എല്ലാം കൊണ്ട് ആ ഒരു ചാൻസ് മിസ്സായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടികളുടെ പഠനം എല്ലാം മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് ഈ ഒരു പോക്കും ഈ വീഡിയോ എടുക്കണമൊക്കെ എനിക്ക് കാണുമ്പോൾ ഞാൻ വീണ്ടും ഇവരുടെ കൂടെ ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ളതിനുള്ള എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കാരണം ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കോഴിക്കോട് കിടന്നപ്പോഴൊക്കെ ഓർക്കുകയാണ്. കാരണം എൻ്റെ കുട്ടിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. കാരണം 4.5 വയസ്സ് ആ ഒരു ടൈം കറക്റ്റാണ് LKGക്ക് ചേർക്കേണ്ട ടൈം. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചും ചെയ്തിരുന്നു ഓനെന്തായാലും ഇപ്രാവശ്യം LKGയിൽ ചേർക്കണമെന്ന്. പക്ഷേ എൻ്റെ അസുഖം കാരണം ആ ഒരു വർഷം ഓന് മുടങ്ങിപ്പോയി. പക്ഷേ അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഓനെ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഒത്തിരി സന്തോഷമാണ് കേട്ടോ. ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ, കാരണം എനിക്ക് എങ്ങനെ ഇങ്ങോട്ട് പറയേണ്ടതെന്ന് കഴിയണില്ല. ഈ വോയിസ് കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടവും സന്തോഷവും എല്ലാം കൂടി ഒന്നിച്ച് ചേരുക കേട്ടോ. കാരണം ഞാൻ ആ ടൈമിലൊക്കെ ഇനി എന്ത് ചെയ്യും, ഇനി എൻ്റെ കുട്ടികളുടെ കൂടെ ഞാൻ പോവില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ അൽഹംദുലില്ലാഹ് ഇന്ന് ഇതുപോലെ ഞാൻ ഈ വീഡിയോ എടുത്തിൻ്റെ കുട്ടീൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എനിക്ക് പോവാൻ സാധിച്ചു. ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിലും എനിക്ക് ഓലെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാൻ പടച്ചോന് അനുഗ്രഹം തരട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്ന് തിരിച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.